പാലക്കാട് സുൽത്താൻപേട്ട JLP സ്കൂളിൽ പഠനോത്സവം നടന്നു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം നഗരത്തിലുള്ള ഈ വിദ്യാലയം മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും എത്രത്തോളം വിഭിന്നമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്ന പഠനോത്സവം. അതിൻ്റെ ഭാഗമായി നടക്കാൻ വേണ്ടി പോകുന്ന പുസ്തക പ്രകാശനങ്ങളും പുസ്തകം പ്രകാശനം ചെയ്യുന്നു അമീൻ്റെ. എന്നാൽ അമീൻ്റെ പുസ്തകത്തിൻ്റെ ഒപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളുടെ 1ാം ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികളുടെ പുസ്തകം കൂടി ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അമീൻ്റെ പുസ്തക പ്രകാശനത്തിന് ഒട്ടേറെ പ്രത്യേകതയുണ്ട്. കാരണം അമീൻ എന്ന വിദ്യാർത്ഥി നമുക്കറിയാം ഏറെ പരിമിതികളുള്ള വിദ്യാർത്ഥിയാണ്. 1ാം ക്ലാസ്സിൽ വിദ്യാലയത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ രക്ഷിതാക്കളോട് മറ്റുള്ളവർ കൊടുത്ത ഉപദേശം കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേക്ക് കൊടുക്കണം ചേർക്കണം എന്നുള്ളതാണ്. കാരണം അമീൻ്റെ വലതു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടതു കണ്ണിന് കേവലം 5% മാത്രമാണ് കാഴ്ചയുള്ളത്. അവിടെ നിന്നാണ് അമീൻ്റെ പുസ്തക പ്രകാശനത്തിലേക്ക് നമ്മുടെ വിദ്യാലയവും അമീനും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. SMC ചെയർമാൻ K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കാഴ്ചപരിമിതിയുള്ള 1ാം ക്ലാസ്സുകാരൻ അമീൻ രചിച്ച കവിതകൾ സ്കൂൾ അധികൃതർ പുസ്തക രൂപത്തിലാക്കി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആശംസ അറിയിച്ച അമീന്റെ കവിതകളാണ് പുസ്തകവുമായി പുറത്തിറക്കിയത്. പ്രധാന അധ്യാപകൻ അഷറഫ് PTA പ്രസിഡന്റിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. PTA അംഗം അഡ്വക്കേറ്റ് നൌഫൽ, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ രജിത, CRCC കോർഡിനേറ്റർ വിവേക് എന്നിവർ സംസാരിച്ചു. മുതിർന്ന അധ്യാപിക സംഗീത നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.